നിങ്ങൾ എവിടോട്ടായി കേറി പോന്നേ? ഞാനേ ടെറസിന്റെ മുകളിൽ പോയി കുറച്ച് വെയിൽ കൊള്ളട്ടെ, വൈറ്റമിൻ ഡി കിട്ടും. നിങ്ങക്കേ വൈറ്റമിൻ ഡി തരുന്ന അവളില്ലേ, അവിടെ കെട്ടിയോനെ പട്ടാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. വെറുതെ വെടി കൊണ്ട് ചാവാൻ നിക്കണ്ട. അതെ, നിങ്ങളുടെ ഏതോ ഒരു കൂട്ടുകാരന്റെ ദേഹത്തെ പ്രേതോ ബാധയോ എങ്ങാണ്ട് കേറിയെന്ന് പറഞ്ഞിട്ട് അതിപ്പോ എന്തായി? അത് ഒരു ചരട് ചെവിച്ച് കെട്ടിയപ്പം പ്രേതം അങ്ങ് പോയി. പ്രേതം പോവാൻ ചരട് ചെവിച്ച് കെട്ടിയാ മതി. അപ്പൊ പ്രേതം വരാനോ? പ്രേതം വരാനായിട്ട് താലി കെട്ടിയാ മതി. അതെ, ഒരാഴ്ചത്തേന് ഞാൻ എന്റെ വീട് വരെ പോയി നിക്കട്ടെ. പോയി നിന്നു. അപ്പൊ ഞാൻ പോയാൽ നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഒരു മനുഷ്യന് ഭക്ഷണമാണോ ഏറ്റവും വലുത്? മനസമാധാനം അല്ലേ വേണ്ടത്? ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിജയം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സ്ത്രീയെ മാറ്റുക. എനിക്കങ്ങനെ വിജയമൊന്നും ഉണ്ടായിട്ടില്ല, ഞാനിങ്ങനെ മാറ്റാനുള്ള. ഹലോ, അന്ന് പറഞ്ഞത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. കല്യാണം കഴിക്കാണ്ടിരിക്കുന്നത് തന്നെയാ നല്ലത്. കല്യാണം കഴിച്ചാലേ ആ വീട്ടിലെ പണിയെല്ലാം നീ ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ എല്ലാവരും എണ്ണിക്കുന്നതിന് മുന്നേ നീ എണ്ണിക്കേണ്ടി വരും. എല്ലാരും കിടന്നതിന് ശേഷമേ നിനക്ക് കിടക്കാൻ പറ്റൂ. വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ടേ നിനക്ക് ഓഫീസിൽ പോകാൻ പറ്റൂ. ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നാലും ആ വീട്ടിലെ പണിയെല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത്, ഇപ്പോഴത്തെ ലൈഫാ നല്ലത്. കല്യാണം കഴിക്കാണ്ടിരിക്കുന്നത് തന്നെയാ നല്ലത്. ശരി. നീ എന്ത് വർത്തമാനമായി പറയുന്നത്? എന്റെ കൂട്ടുകാരിയോട് കല്യാണം കഴിക്കണ്ടെന്നാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഇവിടുത്തെ പണിയെല്ലാം ഞാനല്ലേ ചെയ്യുന്നത്. പിന്നെ ഒരു പെണ്ണിനെ എങ്ങനെയാണോ ഉപദേശിക്കുന്നത്? പെണ്ണോ? ഏത് പെണ്ണ്? എന്റെ ആങ്ങളൊക്കെ പെണ്ണ് നോക്കുന്നുണ്ട്. ഞാൻ അവനോടാ പറഞ്ഞത്. അത് ശരി, ഇപ്പോഴല്ലേ മനസ്സിലായത്.